എല്ലാവർക്കും നമസ്കാരം. PCM സ്കോളർഷിപ്പ് എക്സാമിനേഷൻ്റെ അവാർഡ് സെറിമണി 2026 നടക്കുന്ന ഈ ചടങ്ങിൻ്റെ ഏറ്റവും ബഹുമാന്യനായ ഡയറക്ടർ ശ്രീ ഫാദർ സൈമൺ പല്ലുപേട്ട, പ്രിയപ്പെട്ട അധ്യക്ഷൻ കൺട്രോളർ ഓഫ് PCM എക്സാമിനേഷൻ ഡോക്ടർ ബാബു ജോസഫ്, പ്രിയപ്പെട്ട ശ്രീ ഗീവർഗീസ് ടി സിംറി, ഡയറക്ടർ PCM, ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന ഇവിടെ ഉടനെ എത്തിച്ചേരും എന്നറിയിച്ചിരിക്കുന്ന ഏറ്റവും ബഹുമാന്യനായ മന്ത്രി ശ്രീ അനൂപ് ജേക്കബ്, മറ്റ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അവാർഡിന് അർഹരായ കുട്ടികളെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് PCM സ്കോളർഷിപ്പ് അവാർഡ് ചടങ്ങിലേക്ക് ഈ നൈപുണ്യ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ സ്കൂളിൻ്റെ ഒരു മേന്മ തന്നെ വളരെ പല പ്രാവശ്യം ഞാൻ ഈ പരിപാടിയിൽ ഇവിടെ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും ഡയറക്ടർ അച്ഛനുമായിട്ടുള്ള ഒരു സ്നേഹവും ഒക്കെ ഓർത്തുകൊണ്ട് തന്നെ പറയട്ടെ. ഈ കുഞ്ഞു കുട്ടികളെ, പ്രത്യേകിച്ച് LKG മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഈ അവാർഡ് ചടങ്ങിലൂടെ ഇവർക്ക് എബിലിറ്റി ടെസ്റ്റ് നടത്തിയത് മെൻ്റലി അവർ എങ്ങനെ ഓരോ കാര്യം, അതുപോലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഒക്കെ കലർത്തിക്കൊണ്ടാണ് ഈ എക്സാമിനേഷൻ നടക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ അവാർഡിന് അർഹരായ കുട്ടികൾക്കൊക്കെ ഒരു സ്കോളർഷിപ്പ് കൂടി ലഭിക്കുന്നു. നല്ല സാമ്പത്തിക സഹായവും ഇതിലൂടെ ലഭ്യമാകുന്നു എന്നതിനേക്കാൾ ഉപരി ഈ വിദ്യാഭ്യാസത്തിലൂടെ ഇവർക്ക് പഠിക്കുന്നതിനോടൊപ്പം മറ്റൊരു അവാർഡിന് കൂടി അർഹരാവാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ തന്നെ ഇത് മറ്റു കുട്ടികൾക്ക് പ്രോത്സാഹജനകമായ ഒരു കാര്യം തന്നെയാണ്. ഇന്ന് അവാർഡിന് അർഹരല്ലാത്ത എന്നാൽ ഈ പരീക്ഷ എഴുതിയ ഒട്ടനവധി കുട്ടികളുണ്ട്. ചിലർക്ക് 60% താഴെ മാർക്കായിരിക്കും, അല്ലെങ്കിൽ അതിന് മുകളിലായിരിക്കും. എല്ലാവർക്കും അവാർഡ് കിട്ടൂല, എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കിട്ടൂല. പക്ഷേ ഇത് ഒരു പ്രോത്സാഹനം തന്നെയാണ്. അവാർഡിന് അർഹരായവർക്കൊരു സമ്മാനം കൊടുക്കുന്നതിലൂടെ, അതും ഈ ചെറിയ ക്ലാസ്സിൽ തന്നെ അങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്നതിലൂടെ വലിയ ഒരു ഈ സമൂഹത്തിൽ തന്നെയുള്ള കുഞ്ഞുങ്ങൾക്ക് അതൊരു നല്ല പ്രോത്സാഹനമായിട്ട് തന്നെ മാറുകയാണ്. പിന്നെ പുറകിൽ പോയ, അല്ലെങ്കിൽ പിന്നോട്ടം നിൽക്കുന്ന, അല്ലെങ്കിൽ മാർക്ക് കുറവ് ലഭിച്ചവരൊന്നും ഇതൊരു കുറവായിട്ട് കണക്കാക്കാതെ കൂടുതൽ ശക്തമായി അടുത്ത വർഷത്തെ പരീക്ഷ നന്നായിട്ട് എഴുതണം എന്ന് ഉപദേശിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തോൽവി എപ്പോഴും, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ടൊന്നും എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. കൂടുതൽ ശക്തിയോടെ കൂടുതൽ നന്നായി പഠിക്കാനും നല്ല സ്കോളർഷിപ്പിൻ്റെ അവാർഡ് മേടിക്കാനും ഉള്ള ഒരു കാര്യമായിട്ട് ഇതെടുക്കണം എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ വിജയിച്ചവരെ കുറിച്ചും എനിക്കൊന്ന് പറയാനുള്ളത്, വിജയം എന്നുള്ളത് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ഈ കിട്ടിയ അവാർഡ് അടുത്ത വർഷങ്ങളിലും ഇത് തുടരാനായിട്ടും, അതുപോലെ നിങ്ങളോടൊപ്പം പരീക്ഷ എഴുതിയ പലരെയും ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സഹായിക്കണം എന്ന് പ്രത്യേകിച്ച് ലയണൽ മെസ്സിയുടെ ഒരു എക്സാമ്പിളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഡയറക്ടർ അച്ഛൻ സംസാരിച്ചത്. എങ്ങനെയാണോ ഗോള് നേടി മുന്നിലെത്തിയത്, അതുപോലെ തന്നെ അസിസ്റ്റ് ചെയ്തതിലും മുന്നിലെത്തി എന്ന് ലയണൽ മെസ്സിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വലിയ
കാര്യം തന്നെയാണ്. അത്തരം രീതിയിൽ നമ്മളുടെ ജീവിതത്തിൽ സ്വഭാവ രൂപീകരണത്തിൽ കൂടെ, വിദ്യാഭ്യാസത്തിലൂടെ മാത്രമല്ല, നമ്മൾ പാഠപുസ്തകത്തിലുള്ള ഒരു കാര്യങ്ങൾ എഴുതി പഠിക്കുക, അതുപോലെ തന്നെ പകർത്തുക എന്നുള്ള രീതിയിൽ മാത്രമല്ല, സ്വഭാവ രൂപീകരണത്തിൽ കൂടി മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് ജീവിതത്തിന് മൂല്യം ഉണ്ടാവുക. അതുകൂടി നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും നമ്മളുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവാർഡിൻ്റെ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശ്രവിച്ച എല്ലാവർക്കും, ക്ഷണിച്ചവർക്കും പ്രത്യേകം നന്ദി. ഒരിക്കൽ കൂടി വിനീത നമസ്കാരം.